വെൽക്കം ബാക്ക് ടു ചാനൽ. സോ ഇന്ന് നമ്മൾ ഒരു വ്ളോഗാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ മുംബൈയിലോട്ട് പോവാണ്. നമ്മൾ ഷോപ്പിൻ്റെ കുറച്ച് പർച്ചേസിങ്ങിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ വ്ളോഗിൽ വന്നിട്ടുണ്ടായിരുന്നു. ബാഗൊക്കെ പാക്ക് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിപ്പം പയങ്ങാടി നമ്മളിപ്പം സാരമില്ല. അപ്പോൾ നമ്മളിപ്പം പയങ്ങാടി സ്റ്റേഷനിലാണുള്ളത്. ഇവിടെ നേരെ ട്രെയിൻ കയറുന്നു. നമ്മൾ നേരെ മുംബൈയിലോട്ട് പോകുന്നു. നമ്മൾ അധോലോകത്തേക്ക് പോവുകയാണ് ഗൈസ്. അപ്പം നമ്മുടെ കൂടെ ആരൊക്കെയുണ്ട്? ഇതാ പപ്പയും ഐസി ബേബിയും അവിടെ സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളായിരിക്കും ബാഗും ഐസി ബേബിനെയൊക്കെ അസിയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് തെറ്റി. ഇത്രയും നേരം ഞാനായിരുന്നു എടുത്തത്. ഹായ് ഹായ് പറഞ്ഞ. ഹലോ ഗൈസ് ഹായ് പറഞ്ഞ. യോ ഐസ് ബേബിനെ നോക്കിയാൽ കണ്ട. ഐസ് ബേബി സൂപ്പർ അയച്ചിരിക്കുന്നുണ്ട്. ഐസ് ബേബി ചെപ്പലിടുന്നുണ്ട്. ഇപ്പം പപ്പയുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു കടയിൽ നിന്ന് ചായ വാങ്ങി നല്ല ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നല്ല उधर से ऐसे जाएगा, ऐसे जाएगा. ഹലോ ഗൈസ്, അപ്പം നമ്മളിതാ നമ്മളെ ട്രെയിനിൽ കയറി. അപ്പം നമ്മുടെ സീറ്റൊക്കെ സെറ്റായി. ഇങ്ങനെ 4950 ആണ് നമ്മുടെ സീറ്റ് നമുക്ക് ഇങ്ങോട്ടേക്കാനൊക്കെ. ഐസി ബേബി ഹായ് പറഞ്ഞ. ഹായ് പറ. നോക്കി ഹായ് പറ. ഹായ്. സോ ഐസി ബേബി ഉണ്ട്, മമ്മ ഉണ്ട്, പപ്പ ഉണ്ട്. അപ്പം ഇനി ഇവിടെ ഈ ഒരു ഇത് നമുക്ക് ബെഡാക്കിയിട്ട് സീറ്റൊക്കെ സെറ്റാക്കിയിട്ട് റെഡിയാക്കണം. എന്നിട്ട് പിന്നെ കുറച്ച് കഥ കണ്ടിരിക്കണം. ഐസി ബേബി കുറച്ച് നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു വൈകിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഐസി ബേബിക്ക് ഉറക്കമൊന്നും അങ്ങനെ ഉണ്ടാവില്ല. എന്ന് പറയുന്നത് പപ്പ ഇവിടെ ഭയങ്കര എന്താണ് ലഗേജ് ഇവിടെ വെക്കും എന്നുള്ള ചിന്തയിൽ ഇരിക്കുകയാണ്. ലഗേജ് താഴെ വെച്ചോ. സോ നമ്മളൊന്ന് സെറ്റ് ആക്കിയിട്ട് നമുക്ക് ബാക്കി വീഡിയോസ് എടുക്കാം. നമ്മൾ ലഗേജസ് ഒക്കെ സെറ്റ് ചെയ്യാണ്ടിരിക്കുന്ന കണ്ണാടി കൂടി ആരെ കാണുന്നു. അപ്പം ബാഗൊക്കെ വെച്ച് താഴെ എല്ലാം വെച്ച് സെറ്റ് ചെയ്തു. ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് മേലെ ഐസിലും ഞാനും മേലെയാണ് കിടക്കുന്നത്. പപ്പ താഴെ. ഐസി സ്വിച്ച് ഇട്ട് കളിക്കരുത്. ഹായ് പറഞ്ഞ. ഹായ് പറഞ്ഞ. केक, नमकीन, चिप्स, चॉकलेट, आइसिंग. पापा ने पापा പിമ്പിൾസ് കഴിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേ കയ്യിലെടുത്തിട്ട് കഴിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടക്ക് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടൊന്നല്ല ഇറങ്ങിയത്. ഒരു 7 മണി സമയമില്ല, 6:30 സമയത്ത് ഇറങ്ങിയല്ലോ. നമ്മൾ ബിരിയാണി വാങ്ങിയിട്ടുണ്ട്. ചിക്കനല്ല വാങ്ങിയ ചിക്കൻ. അപ്പം നമ്മൾ 6:30 ആ സമയത്ത് ഇറങ്ങിയല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലെ ഇങ്ങനെ ബിരിയാണി പറഞ്ഞു കൊണ്ടുപോകുന്നുണ്ട്. അപ്പം നല്ല ബിരിയാണീൻ്റെ സ്മെൽ. അപ്പം നമ്മൾ ചിക്കൻ ബിരിയാണി 2 എണ്ണം വാങ്ങിയിട്ടുണ്ട്. എന്താണ് അവസ്ഥ, എന്താകുമെന്നൊന്നും അറിയില്ല. പക്ഷെ നല്ല സ്മെല്ല്. അപ്പം സ്മെല്ലോട് നമ്മൾ വാങ്ങിയതാണ്. നോക്കട്ടെ എന്താ അവസ്ഥ എന്നുള്ളത്. വയറിന് അസുഖം ഒന്ന് വരാണ്ടിരുന്നാൽ മതിയായിരുന്നു.
ഒരുമാതിരി മറ്റാർത്തെന്ന് പറയുന്നത്. പക്ഷെ അതിലെ നേരത്തെ ചോദിച്ചോണ്ടിരുന്നത് ഞാൻ നേരത്തെ 100 തവണ ഞാൻ താഴെ ഇരിക്കാന്ന് തന്നെയാണ് പറഞ്ഞത്. അക്ഷരം മാറിയിട്ടൊന്നുമില്ലല്ലോ. ഐസ് ലോക തീറ്റിയ കൊടുക്ക ഇതാ ചിരിച്ചെടുത്തേ ചിരിച്ചെടുക്ക. ഹായ്. ഓക്കെ സൂപ്പർ. അപ്പൊ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് നമ്മൾ താഴോട്ടേക്ക് ഇറങ്ങി. ഇന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഞം ഞം തിന്നാൻ വേണ്ടി പോവാണ്. സ്പൂൺ ഇട്ടത് ഐസിക്കുള്ള സ്പൂണാണ് കഴിക്കാനുള്ള. നമ്മുടെ ഫുഡ് ഐറ്റംസ്. എന്ത് ബിരിയാണി ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ വാങ്ങിയ ബിരിയാണി കേട്ടോ. കാണാനൊക്കെ നല്ല അടിപൊളിയാണ്. ഫുഡ് കഴിച്ചിട്ട് എന്താ അവസ്ഥ എന്നറിയുള്ളൂ. നല്ല സ്മെല്ലുണ്ട്. കൊതിയനായിട്ട് ഇതാ ഇവിടെ ഐസിഎബി നോക്കി. നല്ല പണ്ട് എത്ര രൂപയായി? 110 രൂപയ്ക്ക് പുറത്താണ് കേട്ടോ. നല്ല കുഴപ്പമൊന്നുമില്ല. ടേസ്റ്റ് ഉണ്ട്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഫുഡ് തന്നെയാണ് കേട്ടോ. ഞങ്ങൾ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടില്ല ഈ ഫുഡ്. ഇങ്ങനെ പ്രൈസ് അപ്പം നമ്മൾ നിന്ന് കഴിച്ച് തീർക്കട്ടെ. ഒരാളിതാ, ഒരാൾക്ക് ഫുഡൊന്നും വേണ്ട. ഒരാൾ ഇവിടെ അപ്പൊ നമ്മൾ കഴിച്ചിട്ട് ബാക്കി. ഓക്കെ. ഐസി ബേബിനെ ഉറക്കാന്ന് വിചാരിച്ചിട്ട് കിടത്തിയാട്ടോ. പക്ഷെ ആൾ ഉറങ്ങുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. ആള് ഭയങ്കര ജോലി അടിച്ചിട്ടിരിക്കാട്ടോ. ഇപ്പൊ കിടന്നു തന്നെയുള്ള നമ്മൾ പറഞ്ഞ സ്ഥിതിക്ക് കിടന്നതാട്ടോ അത്. അപ്പോൾ പിന്നെ കുറച്ച് പാലൊക്കെ കൊടുത്തിട്ടൊന്ന് ഉറക്കാന്ന് വിചാരിച്ചപ്പം എന്നിട്ടും ആൾ ഉറങ്ങുന്ന ലക്ഷണമൊന്നുമില്ല. പിന്നെ നമ്മൾ നേരെ താഴോട്ടേക്ക് തന്നെ ഇറങ്ങി. പിന്നെ വീട്ടിൽ നിന്ന് വരുമ്പോൾ കുറേ മൂവി ടെലഗ്രാമിൽ ഡൗൺലോഡ് ചെയ്തിട്ടാട്ടോ വന്നത്. ഇരുന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ നേരത്തെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ 3 പേരും കൂടെ ഇരുന്നിട്ട് ഒരു ഫോണൊക്കെ സെറ്റാക്കിയിട്ട് ഒരു മൂലക്കൽ വെച്ചിട്ട് നമ്മൾ ഫിലിം കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ കുറേ പെറുക്കി തിന്നാൻ കുറേ സാധനം ഉണ്ടായിരുന്നു. അതൊക്കെ തന്നൊരു പടമൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ കിടന്നു ഉറങ്ങി കേട്ടോ. ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് സമയത്ത് എത്തിയൊരു ഫീലാണ് എനിക്കിത് കണ്ട പാടുണ്ടായത്. ഐസി ഉണർന്നിട്ടുണ്ടായിരുന്നു ഞാൻ എണീറ്റ പാട് തന്നെ. അപ്പോൾ ഞാനും ഐസി കൊണ്ട് കുറച്ച് നേരം ആ വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ ഇരുന്നു കേട്ടോ. താഴേക്ക് നോക്കുമ്പോൾ അസി നല്ല ഉറക്കമാണ്. അപ്പോൾ അസീനെ ഉണർത്താമെന്ന് വിചാരിച്ചാൽ നമ്മളങ്ങനെ. രാജപൂർ ഫോർട്ട് അങ്ങനെ ഒരു സ്ഥലത്തെത്തി. സമയം ഒരു 6 മണി 6:30. എനിക്ക് ഉറങ്ങാൻ
അപ്പോൾ എനിക്ക് വാഷ്റൂമിലൊക്കെ പോകണ്ട അസീനു നമ്മൾ ഉണർത്തുകയാണ് ഗൈസ്. എണീക്കൂ ഗെറ്റപ്പ്. ഐസിയും ഇതാ വീണ്ടും സുഖസുന്ദരമായിട്ട് കിടന്നുറങ്ങുന്നു. ഗുഡ് മോർണിംഗ്. പിന്നെ കിടക്ക്. ഹായ് വരെ. ഹായ് പറ. ഹായ് പറ. ചായ് ഹായ് പറ. ഹായ് പറ. ഹായ് പറ. ബ്രെഡ് ഓംലേറ്റ് ഉണ്ടോ? ഉപ്പാവണം. നല്ല സ്പൂണ് കിട്ടും. അങ്ങനെ എൻ്റെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നല്ല 2 ചായ കുടിച്ചിട്ടോ. 1 അല്ല 2 ചായ തന്നെ ഞാൻ കുടിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ചായ കുടിച്ചപ്പോൾ തന്നെ ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ നൂഡിൽസാണ് കഴിച്ചത്. നമ്മൾ വരുമ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. പിന്നെ കെറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ചൂടുവെള്ളമൊക്കെ വെച്ചിട്ട് നൂഡിൽസൊക്കെ സെറ്റാക്കി. പിന്നെ ബ്രെഡും ഓംലെറ്റും ആണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ട്രെയിനിൽ തന്നെ വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ ഓൾമോസ്റ്റ് എത്താറായിട്ടോ. ഏകദേശം പന്തിയിലോ അങ്ങനെ എന്തോമാണ് സ്ഥലത്തിൻ്റെ പേര്. നമ്മളവിടാണ് ഇറങ്ങേണ്ടത്. ബാഗ് പുറത്ത് വെച്ചു. എല്ലാം മൊബൈലിൽ കുറച്ച് ചാർജ് ഇട്ട് ഒക്കെ പുറത്ത് വെച്ചിട്ടാണുള്ളത്. ഐസിയും പപ്പയും കൂടെ ഇങ്ങനെ പോയിട്ടാണുള്ളത് ഇറങ്ങുന്നതിൻ്റെ മുമ്പായിട്ടുള്ള. അപ്പോൾ ഇപ്പുറത്തെ സീറ്റിൽ നോക്കുമ്പോൾ ഫോറിനേഴ്സാണ്. ഞാൻ നോക്കുമ്പോൾ ഐസി ബേബി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഐസി ബേബി ഭയങ്കരമായിട്ട് ഹൈഫൈ ഒക്കെ കൊടുത്തിട്ട് ഭയങ്കര കമ്പനി അടിച്ചിട്ട് ഇങ്ങനെ കുറച്ച് നേരം അവിടെ ചില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു അവരായിട്ട്. അങ്ങനെ അസിയും ഐസിയും അവരുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു കൊടുക്കുന്ന സമയത്ത് ഞാൻ ഒരു ചായ കൂടെ കുടിച്ചിട്ട് ഞങ്ങൾ എത്തുന്നതിന് കുറച്ച് മുമ്പായിട്ട് തന്നെ. അപ്പോൾ ഇയാൾ ഭയങ്കര പഞ്ചാര കേട്ടോ. ഞാൻ ഒറ്റക്കാണെന്നാണ് വിചാരിച്ചിട്ടുള്ള പുള്ളിക്കാരന്. ഭയങ്കര പഞ്ചാര അടിച്ചിട്ടുള്ള സംസാരവും കാര്യങ്ങളൊക്കെ കേട്ടോ എൻ്റെ അടുത്ത്. ആ ചിരി കണ്ടാൽ തന്നെ മനസ്സിലായിക്കൂടെ അല്ലേ. പപ്പി ഐസിയും റെഡിയായി. ഹായ് പറ. ഗൈസ് റെഡിയായി. ഹെയർ സൂപ്പറാക്കി. സൂപ്പർ. അങ്ങനെ നമ്മൾ ട്രെയിൻ ഇറങ്ങിയിട്ട് നമ്മൾ പനവേൽ റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇവിടെ നിന്ന് നമുക്ക് കണക്ഷൻ ട്രെയിൻ പിടിച്ചിട്ടാണ് നമ്മൾ പോകേണ്ടത്. ആദ്യം ഒരു ട്രെയിൻ കയറി വീണ്ടും നമ്മൾ വേറൊരു ട്രെയിനും കൂടെ കയറിയിട്ട് നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് പോകണമെങ്കിൽ.
അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കണക്ഷൻ ട്രെയിനൊക്കെ പിടിച്ചു പോകുന്നത്. കാരണം നമ്മൾ ബസ് കയറി ഇങ്ങനെ ഇറങ്ങി പോകുന്ന പോലാണല്ലോ. അപ്പോൾ നമ്മൾ ഇന്നൊരു സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് 2-3 ബസ് കയറുന്നത്. അതുപോലെ ഇങ്ങനെ ഒരു ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങനെ കണക്ഷനായിട്ട് ഇങ്ങനെ ട്രെയിൻ കയറി പോകുന്നത്. ബസ് കയറുന്ന പോലെ തന്നെയാണ് എല്ലാവരും കയറുന്നത്. അപ്പോൾ എനിക്കിത് ഫസ്റ്റ് ടൈമല്ല ഞാനിങ്ങനെ കയറുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ആയിരുന്നു കേട്ടോ ഈ ഒരു കണക്ഷൻ ട്രെയിൻ കയറി. പിന്നെ ലോക്കൽ ട്രെയിനായിരിക്കും, അത് വേറെ കാര്യം. പിന്നെ ഈ റെയിൽവേ സ്റ്റേഷന് വലിയൊരു റെയിൽവേ സ്റ്റേഷൻ കേട്ടോ, ഭയങ്കര ബടാ റെയിൽവേ സ്റ്റേഷനാണ്. അങ്ങനെ നമ്മൾ ട്രെയിൻ നമ്മൾ നോക്കി ചോദിച്ചു അവരുടെ അടുത്ത്. അപ്പം ഇന്ന ട്രെയിന് പോകുമെന്ന് പറഞ്ഞ് ഞങ്ങൾ ആ ട്രെയിനിൽ കയറി കേട്ടോ. പിന്നെ കുറേ നമ്മൾ ബസ് കയറുന്നപ്പോൾ തന്നെ അത്രയും റഷായിട്ട് തന്നെയാണ് ട്രെയിനുള്ളത്. സീറ്റൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ജസ്റ്റ് ഒരാൾ മാറി തന്നു കേട്ടോ. അങ്ങനെ ഒരു സീറ്റ് കിട്ടി. ഞാൻ അവിടെ ഇരുന്ന് ഇച്ചിരി കഴിഞ്ഞപ്പം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ICU ഇരുന്ന്. ICU നല്ല ഉറക്കം ഉറങ്ങി കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. ICU ഉറങ്ങുന്ന ടൈമാണ്. അപ്പോൾ ICUക്ക് നല്ല ക്ഷീണമുണ്ടായത്. ICU ഉറങ്ങി അങ്ങനെ തന്നെ. ഇനി ഇവിടുന്ന് നമുക്ക് 1 ഹവറാണ് നമുക്ക് ഈ ഒരു സ്ഥലത്തേക്ക് പോകാനുള്ളത്. അങ്ങനെ ഒരു 1 ഹവറിൻ്റെ ഇടയ്ക്ക് ടോട്ടൽ 1 ഹവറാണ്. ഇവിടുന്ന് ഒരു 45 മിനിറ്റ്സ് ഉണ്ടോ. നേരത്തെ നമ്മൾ ഈ ഒരു അടുത്ത സ്റ്റേഷനിലെത്തി. ഇവിടുന്ന് നമ്മൾ വീണ്ടും ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ അടുത്ത സ്റ്റേഷനിലേക്ക് പോകണം. നമ്മൾ അടുത്ത റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. അതിന് ഇവിടെ നിന്ന് വീണ്ടും ട്രെയിൻ കയറി. ഇവിടെ നമുക്ക് സീറ്റൊന്നും കിട്ടിയിട്ടുണ്ടായിട്ടില്ല. പിന്നെ അഡ്ജസ്റ്റ് ചെയ്തിരുന്ന് നമ്മളിങ്ങനെയൊക്കെ അവിടെ എത്തി. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഇതൊരു ആപ്പിൽ നോക്കിയിട്ടാണ് നമ്മൾ പോകുന്നുണ്ടായത് ട്രെയിനിൽ. പിന്നെ ട്രെയിനിൻ്റെ അവിടെ തന്നെ ഇങ്ങനെ എഴുതി കാണിക്കണം, LED എഴുതി കാണിക്കുന്ന സ്റ്റേഷനിലാണ്. പിന്നെ അത് വെച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ സ്റ്റോപ്പിൽ ഇറങ്ങുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ ഇറങ്ങിയ ഉടനെ തന്നെ ഞങ്ങൾ അത്യാവശ്യം നല്ല ടയേർഡായെന്ന് പറയാം കേട്ടോ. കാരണം 1 ഹവർ നമ്മൾ ആ ട്രെയിനിലിരുന്നപ്പോൾ തന്നെ ചൂടെടുത്തിട്ടൊക്കെ ആയിട്ട് ഭയങ്കര ചൂടായിരുന്നു. ഇവിടെ ചൂടെടുത്തിട്ടൊക്കെ നമ്മൾ ആകെ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ പുറത്തെത്തിയ സമയത്ത് പിന്നെ കുറച്ച് ഷോപ്സൊക്കെ കണ്ടു നമ്മൾ വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ഒരു കൂൾ ബാർ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ബാന്ദ്ര സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ബാന്ദ്ര റെയിൽവേ സ്റ്റേഷനാണിത്. ബാന്ദ്രൻ്റെ അടുത്ത് ഈ ഒരു സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ഇവിടെ ഒരു കൂൾ ബാർ ഉണ്ടായിരുന്നു. തന്നെ നല്ല ഫ്രഷ് മാംഗോ ജ്യൂസ്, ഫ്രഷ് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ജ്യൂസ് 2 എണ്ണം കഴിച്ചു. പിന്നെ പാവ് ബജി കഴിച്ചു കേട്ടോ. ഞങ്ങൾ വടാപ്പാവ് കഴിച്ചു, 2 ആളും കഴിച്ചു. അത് ICU ആണെങ്കിൽ നല്ല ഉറക്കം. ICU ഉണരുന്ന വരെ ഉണ്ടായിട്ടില്ല കേട്ടോ. ICU നല്ല ഉറക്കമാണ്. പിന്നെ ഞങ്ങൾ ചോദിച്ചു വേഗം ഒന്ന് കഴിച്ചിട്ട് എവിടെയെങ്കിലും ഒന്ന് റൂമിട്ട് സ്റ്റേ ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറത്തിറങ്ങാം, എന്താണെന്നുള്ളത് നോക്കിയിട്ട് ചെയ്യാമല്ലോ. അങ്ങനെ ഞങ്ങൾ വേഗം കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങിയിട്ട് റൂം ജസ്റ്റ് ഒന്ന് തപ്പാൻ തന്നെ പറയണം. കാരണം തിരഞ്ഞു പിടിക്കാൻ തന്നെ വേണം കേട്ടോ. കാരണം നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്യാത്തതുകൊണ്ട് കുറച്ച് പാടാണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത് തന്നെ ഒരു സ്ഥലത്ത് നമ്മൾ പോയി നോക്കി. അവിടെ ഭയങ്കര റേറ്റാണ് പറയുന്നത്, പക്ഷേ ഒട്ടും പോകത്തല്ലാത്തൊരു റൂമാണ് കേട്ടോ. അങ്ങനെ തൊട്ടടുത്തുള്ളൊരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ടായിരുന്നു. IC ആ ടൈമിൽ എഴുന്നേറ്റ്. അപ്പം പിന്നെ ICക്ക് ഫുഡ് വാങ്ങിയിട്ട് തന്നെ ICനെ അവിടെ എടുത്തിട്ട് IC ഒന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടി പോയി. എന്നിട്ടും ഒന്നും റെഡി ആയിട്ടില്ല. തിരിച്ചു വന്നിട്ട് പിന്നെ ഒന്നും നോക്കിയില്ല. ഒരു യൂബർ ബുക്ക് ചെയ്ത് നമ്മളൊരു ലൊക്കേഷൻ്റെ ഡെസ്റ്റിനേഷൻ നോക്കി നമ്മൾ റൂമിൻ്റെ അങ്ങോട്ടേക്ക് പുറപ്പെടാണ് കേട്ടോ. ഇങ്ങനെ വണ്ടിയിൽ കയറി ഞങ്ങൾ പോയി. പക്ഷേ അവിടെ പോയിട്ടും യാതൊരു ഗുണവും ഉണ്ടായില്ല എന്നിട്ട് നമുക്ക് പറയേണ്ടത്. കാരണം ഒരു 5 പൈസക്ക് കൊള്ളാത്ത റൂമെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമ്മൾ കുറേ കഷ്ടപ്പെട്ടിട്ട് കുറേ നേരം ട്രാഫിക്കിൽ ഓടിയിട്ട് അങ്ങനെ ഒരുപാട് ലേറ്റായിട്ടാണ് നമ്മൾ എത്തിയതും. കുറേ നേരം അവിടെ സ്റ്റക്കായി. അങ്ങനെ കുറേ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ വീണ്ടും യൂബർ കയറുന്നത്. അങ്ങനെ നമ്മളിവിടുന്ന് കുറേ റൂം തപ്പി, റൂമൊന്നും കിട്ടിയില്ല. നമ്മൾ തിരിച്ചു വേറൊരു സ്ഥലത്തേക്ക് പോവാണ്. 3:30 മണി മുതൽ നമ്മൾ റൂം തപ്പാൻ തുടങ്ങിയിരിക്കണം. പക്ഷെ ഭയങ്കര റേറ്റ്. ഒരു റൂമെന്ന് പറയുന്നത് 3000 മേലെ 4000 ഒക്കെയാണ് പ്രൈസ് പറയുന്നത് കേട്ടോ. അപ്പം അതിൽ റേറ്റ് നമ്മൾ ഓയോയിൽ അങ്ങനെ ഏതെങ്കിലും ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഓയോൻ്റെ ഒക്കെ ബുക്ക് ചെയ്യാൻ മിക്കതാ കുറേ എന്തെങ്കിലുമൊക്കെ കുറേ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ. ഇപ്പം ലാസ്റ്റ് നമ്മൾ ഒരു ഓൺലൈനിൽ തന്നെ ബുക്ക് ചെയ്ത് അങ്ങോട്ടേക്ക് പോവാണ്. ഇവിടെ ഫോൺ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് സ്വിച്ച് ഓഫ് ആയിട്ട് ഇവിടെ ഒന്ന് ചാർജിലിടാൻ ചോദിച്ചിട്ട് പോലും ഒരാൾ മൊബൈൽ ഷോപ്പിൽ ചോദിച്ചപ്പോൾ ചാർജ് ഇടാൻ കഴിയൂലെന്ന്. വേറൊരാളുടെ അടുത്ത് IC ബേബി വേറൊരാളുടെ അടുത്ത് ചോദിച്ചപ്പോൾ ചായ കുടിച്ചിട്ടേ ചാർജിലിടാൻ പറ്റുള്ളൂ. ഇത് ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് പറയുന്നു, ചായ കുടിച്ചിട്ട് ചാർജിലിടാൻ പറ്റുള്ളൂ.
വേണ്ട ഒരു പുല്ലും വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങി കറക്റ്റ് സമയത്ത് തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആകുന്നതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ സ്ക്രീൻഷോട്ട് അടിച്ച് നമ്പർ ഊബർ ബുക്ക് ചെയ്തതിൻ്റെ. അപ്പോൾ എങ്ങനെയോ കിട്ടി, കറക്റ്റ് അതിൻ്റെ മുന്നിലെത്തി. ഇവിടെ ഊബറിൽ കയറിയിട്ട് ഈ ഡ്രൈവർ ചേട്ടൻ്റെ അടുത്തുനിന്ന് ഞാൻ ഫോണ് ഒന്ന് ചാർജിലിട്ട് ഇവിടെയുള്ള ഈ ഡ്രൈവർ നമുക്ക് ചാർജർ തന്നു, ചാർജ് കുത്തി. ഇപ്പം നമ്മൾ അങ്ങോട്ട് പോവാണ്. ഇനി റൂമിൻ്റെ കഥ എന്താണെന്ന് അറിയില്ല. നമ്മൾ ഓൺലൈൻ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. ഇനി റൂമിൻ്റെ എന്താണെന്ന് അറിയില്ല. എന്തായാലും പോയി നോക്കാം. ഈ എന്തൊന്ന് കാണാൻ എക്സ്പ്ലോർ ഒന്നിനും പറ്റിയൊരു മൈൻഡ് കാര്യങ്ങളല്ല. ഇനിയിപ്പോൾ രാവിലെ ആവണം എന്താന്നുള്ളതൊക്കെ ഞാൻ നോക്കിപ്പോ. അപ്പം നമുക്ക് റൂം സെറ്റായി. റൂമിലെത്തിയപ്പോഴാണൊന്ന് ശ്വാസം വീണത് തന്നെ. കാരണം കുറേ സമയം റൂമിന് വേണ്ടി പരക്കമായിരുന്നു, അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നതെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്രയും തപ്പിയിട്ട് തന്നെ ഒരു 2000 റുപ്പീസിനൊക്കെ റൂമുണ്ട്. 1500-ന് 1500-നൊക്കെ ഡോർമെട്രി ആട്ടോ കിട്ടുന്നത്. 2000 റുപ്പീസിനൊക്കെ റൂം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു റൂമിൽ പോയിട്ടോ പറയുമ്പം അത് മലയാളീസാണ് അവിടെ കൗണ്ടറിലുള്ളത് പോലും. പക്ഷെ എന്താ ഒരു റൂം കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ പറഞ്ഞാൽ 2500 റുപ്പീസ് ഉള്ളൂ. റൂം കണ്ടു കഴിഞ്ഞാൽ 5 പൈസക്ക് കൊള്ളൂല. എന്നിട്ട് 2500 രൂപയാണ് റൂമിൻ്റെ പ്രൈസ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചു അവരടുത്ത്, ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നാട്ടിലത്തെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്കത് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഒരു പ്രൈസിന് ഇത്രയും പക്ക ലോക്കലായിട്ടുള്ളൊരു റൂം, അതും ആ ഏരിയ ആണെങ്കിലും പക്ക ലോക്കൽ. പിന്നെ ഇവിടെ നമുക്ക് വലിയ പിടുത്തവും ഇല്ല. പിന്നെ നമുക്ക് പർച്ചേസിങ്ങിന് പോകുന്നതിൻ്റെ കുറച്ച് ഡിസ്റ്റൻസ് വെച്ചിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവിടെ റൂം എടുക്കാമെന്നുള്ള പ്ലാനിലാണ് ഉണ്ടായത്. പിന്നെ ലാസ്റ്റ് ഇപ്പം അത് പറഞ്ഞായിരുന്നു, നോക്കിയിട്ട് പറയാം. അപ്പോൾ ലാസ്റ്റ് ഞാനിങ്ങനെ ഓയിൽ സെർച്ച് ചെയ്തിട്ട് ഒരു ഇത് കിട്ടി. അതിൽ തന്നെ ബുക്ക് ചെയ്തു. ലാസ്റ്റ് ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ എത്തിയപ്പോൾ ഓക്കെ ആയി. ഈ റൂം 2800 1600 അങ്ങനെ എന്തായിരുന്നു. പിന്നെ 200 സംതിങ് അങ്ങനെ എന്തോ ഇതിൻ്റെ എന്താ മറ്റേ GST അങ്ങനെ ടാക്സ് അങ്ങനത്തെ കാര്യങ്ങൾ എന്തൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ എന്നാലും കമ്പാരിറ്റീവ്ലി ബെറ്ററാണ് കേട്ടോ, ഭയങ്കര ബെറ്ററാണ്. ബാക്കിയുള്ള റൂമൊക്കെ കണ്ടതിന് വെച്ചിട്ട് ബെറ്ററാണ്. ആ ഒരു പ്രൈസിന് നോർമലി നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ ബെറ്ററല്ല, എന്നാലും ബെറ്ററാണ്. കുട്ടി റൂമാട്ടോ. പക്ഷെ ആ കുട്ടി റൂമിന് അത്യാവശ്യം നല്ല നീറ്റായിട്ട് എന്താണ് ഉള്ളത്, കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. കുഞ്ഞു റൂമാട്ടോ, കാണിച്ചു തരാം. ഇങ്ങനെ ഒരു കുഞ്ഞു റൂം, അത്യാവശ്യം സ്പേസുള്ള ബെഡുണ്ട്, AC ഉണ്ട്, ഫാനുണ്ട്, TV ഉണ്ട്, കുഞ്ഞു കേർട്ടിൻ. ഇതെന്തിനാ കേർട്ടിൻ? ഓ അപ്പത്തെ ഗ്ലാസ്സിന് കേർട്ടിൻ. ഓക്കെ, എങ്ങനെ AC നമ്മളാക്കില്ല എങ്ങനെ വെടിയാക്കട്ടെ. ഞാൻ അങ്ങനെ അങ്ങനെ ഗൈസിനെ വെടിയാക്ക് സബ്സ്ക്രൈബേഴ്സിന് വെടിയാക്ക്.
God. സൂപ്പർ ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് ഞാൻ കുടിച്ചല്ലോ. ഒരു ഹാഫ് തന്തൂരി ചിക്കൻ ആണിത് ഗൈസ്, 200 രൂപ. പിന്നെ ബട്ടർ നാൻ, ഐസിന്റെ കറിയിലാണ്. ഐസിന്റെ റൈസും സൂപ്പർ ടേസ്റ്റ്. ഞാനിതും കഴിച്ചു. ഞങ്ങൾ ഗുഡ് നൈറ്റ് ആക്കിയിട്ട്, കാരണം ടയേർഡ് പറഞ്ഞാൽ വൻ ടയേർഡായിരുന്നു ട്രെയിനിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം മുതൽ. സോ ഞങ്ങൾ നേരെ ഇറങ്ങി. അപ്പം ബാക്കി വ്ളോഗ് നമ്മൾ നാളെ ഇടുന്നുണ്ടായിരിക്കും നെക്സ്റ്റ് വീഡിയോ.